guys, full body whitening in വേണ്ടി സഹായിക്കുന്ന അടിപൊളി ഒരു പാക്കിന്റെ വീഡിയോ ആണ് ഇന്നത്തേത്. ഇതാണ് ഞാൻ ഇപ്പോൾ വാഷ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തുമാത്രം ബ്രൈറ്റ് ആയിട്ട് മാറും എന്നുള്ള കാര്യം. അടിപൊളി സാധനമാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്നതിന് പ്രത്യേക മെത്തേഡിലാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഞാൻ കയ്യിലും അതുപോലെ മുഖത്തും ഒക്കെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അത് എങ്ങനെ യൂസ്ഫുൾ ആവൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. എന്നിട്ട് മാത്രമേ ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കാവൂ. അല്ലാതെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പോലെ തന്നെ റിസൾട്ട് കിട്ടണമെന്നില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്ര 7. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൺടാനൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് പോലത്തെ ഒരു സാധനമാണ്. ഫേസ് പാക്ക് മാത്രമല്ല, ഇത് നമുക്ക് കയ്യിൽ അപ്ലൈ ചെയ്യാം, കാലിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, മുഖത്ത്, കഴുത്തിലൊക്കെ നന്നായിട്ട് ടാൻ റിമൂവലിൽ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്നല്ല, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. എനിക്ക് ഇത്ര ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് വീഡിയോയിൽ കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. സിമ്പിളാണ്, പക്ഷെ നമുക്ക് കുറച്ചും കൂടി എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാനൊരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ പുതിയ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുക്കുന്ന ചെറുപയറാണ്. ചെറുപയർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുള്ളൂ, വൻപയറല്ല, ചെറുപയറാണ്. ഇതുപോലെ പച്ച കളറിലുള്ളത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഞാനിവിടെ 5 സ്പൂൺ എടുക്കുന്നുണ്ട്. ആക്ച്വലി ഇത് എടുക്കുന്നത് ഇതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ ഹെയർ പാക്ക് വീഡിയോ, ഇതേ സാധനം വെച്ച് ഞാൻ ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. നല്ലൊരു ഹെയർ പാക്കാണ്. എന്തായാലും താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമ്മളിത് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനിടുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരുപാട് എടുത്തിട്ടുള്ളത് ഹെയറിലും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് മുഖത്തും കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 3 സ്പൂണൊക്കെ എടുത്താൽ മതി. അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷമാണ് നമ്മൾ കുതിർക്കാനിടുന്നത്. പിന്നെ ഇത് കുതിർന്ന് വരാൻ നല്ല ടൈം ഇതിന് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാത്രി കുതിർക്കാനിട്ട് രാവിലെയൊക്കെ ആകുമ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. നല്ല ടൈം എടുക്കും ഇതിന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രാത്രിയോ അല്ലെങ്കിൽ നല്ലൊരു ടൈം ഒരു 6 മണിക്കൂറെങ്കിലും മാക്സിമം വേണ്ടി വരുമെന്ന മാക്സിമം അല്ല മിനിമം വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും നോക്കുക. അപ്പോൾ ഇതുപോലെ മുളച്ച് കിട്ടുന്നതായിരിക്കും. അടച്ച് തന്നെ വെക്കണം കേട്ടോ. നിങ്ങൾ കുതിർക്കാൻ വെച്ചതിന് ശേഷം അടച്ച് വെക്കണം. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോൾ ഇതുപോലെ കിട്ടും. അപ്പോൾ വെള്ളം ഓവറായിട്ട് ഒഴിക്കാൻ പാടില്ല. ഇത് മുങ്ങി കിടക്കുന്ന രീതിയിൽ മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടുന്നതായിരിക്കും. മുളപ്പിച്ച പയറാണ് നമുക്ക് ഇതിന് ആവശ്യം. ചിലവരിത് കുക്ക് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ അവരോടാണ് എനിക്ക് പറയാനുള്ളത്, ഇത് കുക്ക് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബെനിഫിറ്റ് ഒക്കെ പോയി, ഇതിൻ്റെ വൈറ്റമിൻസ് ഒക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും കുക്ക് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇപ്പം റോ ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നത്. ഇതിലിപ്പം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ആഡ് ചെയ്ത് കൊടുത്താലേ നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ. അതില്ല, നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാതെ അരച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ബാത്തിങ് പൗഡറിൻ്റെ വീഡിയോ. എനിക്ക് ഒരുപാടധികം റിസൾട്ട് കിട്ടിയുള്ള ഒരു ബാത്തിങ് പൗഡറാണ്. ഞാനിപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബാത്തിങ് പൗഡറാണ്. അതാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ബാത്തിങ് പൗഡറിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത് കാര്യം ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. റൈസ് പൗഡറുണ്ട്, ഓട്സ് പൗഡറുണ്ട്, അതുപോലെ കടലമാവുണ്ട്, അതേപോലെ തന്നെ കൂരവിൻ്റെ പൊടി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാത്തിങ് പൗഡറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ വീഡിയോ ഹെയർ പാക്കിൻ്റെ വീഡിയോയും രണ്ടാമത്തെ വീഡിയോ ആയിരിക്കും ബാത്തിങ് പൗഡറിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചത്. ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഈ ബാത്തിങ് പൗഡർ ഓൾറെഡി ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ റിസൾട്ട് കിട്ടും. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്കിപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്സ് പൗഡറോ റാഗിയുടെ പൗഡറോ ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ കയ്യിൽ ഒരു സെലോ ടാപ്പ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ചിലവർക്ക് ഇതുപോലുള്ള പയറോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സ്കിന്നിന് അത്ര നല്ലതായിരിക്കില്ല. സോ അതുകൊണ്ട് നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ചെവിയുടെ ബാക്കിൽ അല്ലെങ്കിൽ കഴുത്തിൻ്റെ സൈഡിലോ ഒക്കെ അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്കൊരു ചൊറിച്ചിലോ എന്തെങ്കിലും അസ്വസ്ഥതയോ ഒരു റെഡ്നെസ്സോ ഒക്കെ സ്കിന്നിന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ പാക്ക് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് വേറെ പിമ്പിൾസ് ഉള്ളവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ പ്രായവ്യത്യാസമൊന്നുമില്ല. നല്ലതാണ്, നല്ലൊരു സാധനമാണ്. കാരണം നമ്മുടെ പയർ പൊടിച്ചുപയോഗിക്കുന്നതിനേക്കാളും ബെനിഫിറ്റാണ് ഇങ്ങനെ മുളപ്പിച്ച പയർ നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഉള്ളിൽ കഴിക്കാൻ പറ്റുന്നവരാണ്, ഇങ്ങനെ റോ ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്നവരാണ്, തീർച്ചയായിട്ടും നിങ്ങൾ കഴിക്കേണ്ടതാണ്. അതിലൊരുപാട് വൈറ്റമിൻസ് ഉള്ളതുകൊണ്ടാണ് ഉള്ളിൽ കഴിക്കുന്നത് അത്രയും നല്ലതാണെന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. പറ്റുന്നവർ അങ്ങനെ കഴിക്കാൻ നോക്കാം. അപ്പോൾ അത് പറ്റാത്തവർക്ക് ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിത് കയ്യിലും കാലിലല്ല മുഖത്തും അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കിത് കയ്യിലും കാലിലും മുഖത്തും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്താവുന്നതാണ്. നല്ല റിസൾട്ടാണ് കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും. പക്ഷേ അതൊന്ന് ഫെയ്ഡായിട്ട് പോകും. കാരണം മാജിക്കൊന്നും അല്ലല്ലോ, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങ് വെളുത്തിട്ട് മാറാൻ വേണ്ടിയിട്ട് മാജിക്കൊന്നും അല്ലല്ലോ. നമുക്ക് റിസൾട്ട് കിട്ടും. പക്ഷേ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും, ഉറപ്പാണ്. നല്ല റിസൾട്ട് കിട്ടും. പക്ഷേ നിങ്ങളത് ഇൻസ്റ്റൻ്റായിട്ട് നല്ലൊരു രീതിയിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് എന്തായാലും നിങ്ങൾ ചോദിക്കും. അപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്ക് 2-3 ദിവസമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. അതിലുപരിയൊന്നും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ വെക്കണം. പിന്നെ ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ള ബാത്തിങ് പൗഡറിൻ്റെ കാര്യമാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കാം. എന്നാലും ഞാൻ പറഞ്ഞുതരാം. ബാത്തിങ് പൗഡർ ആണെങ്കിൽ നിങ്ങൾക്കൊരു 4 ആഴ്ചയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇനി ഞാനിത് ഫേസിലേക്കാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. പിന്നെ കണ്ണിന് ചുറ്റും ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. അതിലിടയ്ക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എന്താ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യാൻ പറ്റാത്തതെന്ന്. ആക്ച്വലി കണ്ണിന് ചുറ്റും ചില പാക്കുകളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. അത് കാഴ്ച കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യില്ലെന്ന് പറഞ്ഞത്. ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തിട്ട് കഴുകി കളഞ്ഞാൽ മതി. കയ്യിലായിരുന്നാലും കാലിലായിരുന്നാലും ഫേസിലായിരുന്നാലും ഹാഫ് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ വാഷ് ചെയ്ത് കളയാവൂ. ഓവറായിട്ട് ഡ്രൈ ആവരുത്. ഓവറായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഫേസ് ഭയങ്കരമായിട്ട് നമുക്ക് വലിഞ്ഞു മുറുകുന്നൊരു വേദന പോലെ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹാഫ് ഡ്രൈ ആകുമ്പോൾ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ പൗഡറോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റിൻ്റെ പൗഡർ, ബീട്രൂട്ട് പൗഡറൊക്കെ നമുക്ക് റോ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇങ്ങനെയുള്ള പൗഡർ പാക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലതാണ് കേട്ടോ. മഞ്ഞളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മഞ്ഞൾ ഇതിൻ്റെ കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം പയറൂടി നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അല്ലാത്തതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിത് വാഷ് ചെയ്ത് കളയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ സ്കിന്ന് ആ ഒരു ദിവസം നല്ലതായിട്ട് ബ്രൈറ്റായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഒരാഴ്ചയിൽ ഒരു 4 ദിവസമൊക്കെ ഉപയോഗിച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസവും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആഴ്ചയിൽ ഒരു 4 ദിവസം ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പം തന്നെ വാഷ് ചെയ്ത് കളയുമ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിനൽ കളറ്. വാഷ് ചെയ്ത് കളയുമ്പോൾ ഇതുപോലെ ഇരിക്കും. എന്നിട്ട് ഞാനിപ്പോൾ നല്ലതായിട്ട് വൈപ്പ് ചെയ്തിട്ട് ആ വെള്ളമൊക്കെ നന്നായിട്ട് വൈപ്പ് ചെയ്തതിന് ശേഷം കാണിച്ചു തരുന്നതാണ് ഒറിജിനലായിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഇതുപോലെ ഇരിക്കും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടുന്നതാണ്. ഞാനിത് മിക്ക ദിവസവും ഉപയോഗിക്കാറുണ്ട്. ആഴ്ചയിൽ 4 ദിവസമൊക്കെ ഉപയോഗിക്കും. പിന്നെ കിട്ടുമ്പോഴൊക്കെ ഞാനിത് കഴിക്കാറുണ്ട്. എനിക്ക് കഴിക്കുന്ന അത്ര നല്ലതായിട്ടല്ല, എനിക്ക് അത്ര പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പാക്കായിട്ട് ഉപയോഗിക്കും. അപ്പോൾ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സൺടാൻ റിമൂവലിന് വേണ്ടിയിട്ടാണ് ഉള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ചോദിക്കാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.